നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചിറ്റപ്പ, ഇവിടെ എന്താ കറക്കിക്കൂത്ത് കളിക്കാൻ പോവാണോ? ഈ ശങ്കിന്റെ കറക്കം നിൽക്കുമ്പോ അറിയാം ഇവിടത്തെ പ്രശ്നത്തിന്റെ മൂലകേതു എന്താണെന്ന്. പ്രശ്നത്തിന്റെ മൂല ഹേതു പറയണ്ട. ശരത്മോനെന്തോ പിച്ചും പേയും പറഞ്ഞു പോയിട്ടുണ്ട്. അവന്റെ ബന്ധുക്കൾ വരുന്നുണ്ടെന്നോ, വീണ്ടും ചിതാഭസ്മ കലശങ്ങൾ നിരന്നിരിക്കുമെന്നോ. അതിലെന്തെങ്കിലും കാര്യമുണ്ടോന്ന് പറ. അതിലേക്ക് കൂടിയാ വരുന്നത്. അച്ഛനങ്ങനെ ശരത്തേട്ടൻ പറഞ്ഞതിന് പിച്ചും പേയായിട്ടൊന്നും കാണണ്ട, കണ്ടോണം കാര്യങ്ങള്. ചിന്തിച്ചത് തന്നെ. ശരത്ത് മോൻ പറയുന്നതിൽ കാര്യമുണ്ട്. ആ, അത് തന്നെ ഞാൻ ചിന്തിച്ചത് തന്നെ ചിറ്റപ്പന് പറഞ്ഞു. അപ്പോ ഞാൻ ഇന്നു മുതൽ ബ്രഹ്മശ്രീ മനോഹരൻ എന്നറിയപ്പെടും അല്ലേ? മനോഹര, ബ്രഹ്മശ്രീ പട്ടത്തെ നീ കളിയാക്കരുത്. അതങ്ങനെ ചുമ്മാതെ കെട്ടുന്ന കാര്യമൊന്നുമല്ല. എൻ്റെ അമ്മേ, ഞാൻ വേണമെങ്കിൽ ഇതുപോലെ 1000 പട്ടം മേടിച്ചുകൊണ്ട് വരാം. എന്നിട്ട് ഇതുവഴി തലങ്ങും വിലങ്ങും പറപ്പിച്ച് കാണിച്ചു തരാം. ഒരു ബ്രഹ്മശ്രീ പട്ടം കൊണ്ടുവന്നിരിക്കുന്നു. അതേ, ചിറ്റപ്പനെ അറിയാൻ മേലാത്ത വല്ല നാട്ടുകാരുടെ അടുത്തും ചെലവാകും. എൻ്റെ അടുത്തേ ഈ കളി നടക്കത്തില്ല. അല്ല, ഈ ശംഖ് കറങ്ങിത്തിരിഞ്ഞ് എന്റെ നേരെ വന്നപ്പോഴേ സോമനച്ചൻ എന്താ ജ്ഞാനദൃഷ്ടിയിൽ കണ്ടേ? അതായത് കൊച്ചേ, കഴിഞ്ഞ ജന്മത്തിൽ, അതായത് മുൻ ജന്മത്തിൽ ദേവികയും ശരത്തും ശത്രുക്കളായിരുന്നു. ഓ, ആ ബെസ്റ്റ്. ആ, എന്നിട്ട് ബാക്കി പറയിട്ടപ്പാ. പുരാണ കഥയാണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്. ആ, അങ്ങനെ ചിരിച്ചു തള്ളണ്ട മനോഹര. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുത ഇപ്പോഴും തുടരുന്നുണ്ടെന്നാ ചിറ്റപ്പൻ പറഞ്ഞതിനകത്ത് ഒരു ചെറിയ തിരുത്തുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാ. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മത്തിൽ മകളായിട്ട് ജനിക്കുന്നതെന്ന്. ആ, എൻ്റെ അനുഭവത്തിൽ ഏതാണ്ട് കറക്റ്റാ. അല്ല ചിറ്റപ്പ, ഈ ശത്രുതയുടെ കാരണം വല്ലതും കണ്ടുപിടിച്ചോ? വല്ല അതിരുതർക്കം വല്ലതും ആണോ? അതോ ഇനി ആരുടെയെങ്കിലും നിധിശേഖരം കൊള്ളയടിച്ചതാണ്? അങ്ങനെ എന്തെങ്കിലും? ഇവരെ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നെന്നും കൂടെ പറഞ്ഞു കൊടുക്കച്ച. ഝാൻസി റാണിയെ പോലൊരാള്. അപ്പൊ കുതിരപ്പുറത്തൊക്കെ ആയിരുന്നു സഞ്ചാരം, വാളുമൊക്കെ പിടിച്ച്. ആ, ശരത്തിന്റെ കാര്യത്തിൽ ഏതാണ്ടൊരു തീരുമാനമായി. എന്തായാലും അക്രമവാസന കഴിഞ്ഞ ജന്മത്തിലും ഈ കുട്ടിക്ക് കൂടുതലായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇവള് വാക്കത്തിയെടുത്ത് ശരത്തുമോന്റെ കഴുത്ത് നോക്കി വെട്ടിയത്. വാക്കത്തെടുത്ത് വെട്ടാൻ മുജന്മ ശത്രുതയൊന്നും വേണമെന്നില്ല. ഈ ജന്മത്തിലെ കയ്യിലിരിപ്പ് മോശമായാലും മതി. ചിറ്റപ്പോ, കഥയുടെ ബാക്കി കുറച്ചുകൂടെ ഗ്രാഫിക്സും VFX ഒക്കെ ചേർത്ത് അടുത്ത ദിവസം പറഞ്ഞാൽ മതി. ഒറ്റയടിക്ക് അങ്ങ് തീർക്കാതെ. ഈ കഥ കേട്ടിട്ടാന്ന് തോന്നുന്നു എനിക്ക് നല്ല വിശപ്പ്. ഞാനേ കുറച്ച് വല്ലതും കഴിച്ചിട്ട് വരാം. വാ പാർവതി.
ഞാൻ പറഞ്ഞത് ശരി തന്നെയാ. കഴിഞ്ഞ ജന്മത്തിൽ തുടങ്ങിയ ശത്രുതയാ, ഈ ജന്മത്തിൽ അത് തീരും. പക്ഷേ ചോര വീഴും. നീ സാമ്പ്രാണിക്കൊടി പോയി വരട്ടിയത് നന്നായി, പക്ഷേ അതിനത്ര ഇമ്പാക്റ്റ് വന്നില്ല. പൊന്നുമണി കൂളായി പുറത്തിറങ്ങി നടക്കുന്നു. അച്ഛനാ മാഡം നിനക്കെതിരെ തോക്കും എടുക്കും. വിടാതെ പിന്നാലെ തന്നെ നിൽക്കാൻ സാർ. അത് വേണം. അലട്ടി അലട്ടി ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകണം. അയ്യാ, പൊന്നുമണി സത്തു പോകാനോ? അയ്യ, അവന്റെ മുടിഞ്ഞ കാതല്. എടാ, നിന്റെ കൂടെ നാളെ അവള് ജീവിക്കുന്നതും ആത്മഹത്യ ചെയ്യുന്ന തമ്മിൽ എന്താടാ വ്യത്യാസം? ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കാം. സാറ് പറയും. നീ സാമ്പ്രാണിക്കൊടി പോയതുപോലെ ഞാൻ താമസിക്കുന്ന വീട്ടിലും വരണം. മനോഹരനെ കാണണം. ഞാനും പോണോ? നീയും പോണം, പക്ഷേ ആദ്യ റൗണ്ടിൽ വേണ്ട, രണ്ടാം ഘട്ടത്തിൽ. ആദ്യം ശരവണൻ ചെല്ലട്ടെ. മനോഹരനോട് മനോഹരമായി അങ്ങ് സംസാരിക്കും. അത് കഴിഞ്ഞ് കത്താള് കബനിയും പോവാ. അല്ല, ഇവരെന്ത് പറഞ്ഞു വരാൻ? എടാ മണ്ട, കഥയുണ്ടാക്കാനാണോ പാട്? നിന്റെ അക്കയോ തങ്കച്ചിയോ ഒക്കെ ആണെന്നങ്ങ് പറഞ്ഞേക്കണം. ഡോക്ടർ നിരഞ്ജൻ പറഞ്ഞിട്ടാണ് അവൾ ഇവളുടെ തലയടിച്ച് പൊട്ടിച്ച് പോയതെന്നും പറയണം. തലയിലെ മുറിപ്പാടും കാണിക്കണം. അത് നല്ല ഐഡിയ. ശരത്തിന്റെ ഐഡിയ ഒക്കെ നല്ലതന്നെയാണടാ. അങ്ങനെ നീയും കബനിയും മാറി മാറി രണ്ട് വീട്ടിലും കയറിയിറങ്ങും. മൂന്നാം ഘട്ടത്തിൽ അക്ഷരം വീട്ടിലും പോകണം. അന്ത് അമ്മയുടെ പക്കല് തുപ്പാക്കി. ലോറി കൊണ്ട് ആളെ ഇടിച്ചു കൊല്ലുന്ന നിനക്ക് തോക്ക് പേടി. എടാ, അവര് തോക്കെടുക്കത്തേ ഉള്ളൂ, പൊട്ടിക്കത്തില്ല. അക്ഷരം വീട്ടില് നീ ഇവരും ചെന്ന അവിടെ ആദ്യം പോകുന്നത് ജയശങ്കറായിരിക്കും. അതിന് എരിവ് കൂട്ടാനുള്ള വഴി വിശാൽ സാറ് വഴി കാഞ്ചന മാടത്തിലൂടെ അവിടെ എത്തും. അതോടെ പൊന്നുമണി വിഷയത്തില് നിരഞ്ജനൊരു കത്രിക പൂട്ട് വീഴും. മനസ്സിലായോ?